എന്തുകൊണ്ട് ഈ പോലീസുകാർക്കെതിരെ, അതായത് 4ഓളം പോലീസുകാർ, അതേപോലെ തന്നെ ഈ അന്ന് ബിരിയാണി വാങ്ങിച്ച് കഴിച്ച SHO ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ കേരള പോലീസിൽ നടപടിയെടുത്തോ ഇല്ലയോ? എൻ്റെ ചോദ്യം വളരെ പ്രിസൈസ് ചോദ്യമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് നടപടിയെടുത്തു? ഈ പറയുന്ന ക്രിമിനൽസിന് ആഹാരം കൊണ്ട് കൊടുക്കുവാൻ അന്ന് ബാൻഡല്ല, ഈ PFI SDPIക്കാരെ കൊണ്ട് അനുവദിച്ചത് താങ്കൾ താങ്കൾ അറിഞ്ഞോ ഇല്ലയോ? ഇതിനെപ്പറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് പോലും റിപ്പോർട്ട് കൊടുത്തില്ല എന്നാണ് ഞാൻ അറിയുന്നത്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഇവരുടെ ആൾക്കാരാണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും കേന്ദ്ര ഏജൻസികൾ പറഞ്ഞിട്ടും ഈ പോലീസുകാർ അന്ന് ഇവരെ ബിരിയാണി മേടിച്ച് കഴിച്ച് ഇവരെയൊക്കെ സഹായിച്ച പോലീസുകാർ ഇന്ന് സർവീസിലുണ്ട്. പ്രിയപ്പെട്ട മനോജ്, താങ്കളോട് വീണ്ടും ചോദിക്കുന്നു, താങ്കൾ എന്ത് നടപടിയെടുത്തത്? അതിനേക്കാളൊക്കെ പേര് താങ്കളൊരു ദൈവവിശ്വാസികൾ, പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്റ്റ് വിശ്വാസിയാണ്. അപ്പോൾ ഇതിനുമായിട്ട് താങ്കൾ ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഇവർക്കെതിരെ നടപടി എടുത്തോ ഇല്ലയോ? സിൻസിയറായിട്ട് ചോദിക്കുകയാണ്, നടപടി എടുത്തോ ഇല്ലയോ? അതേപോലെ കേരള പോലീസിനകത്ത് ശരിക്കും ഈ SDPI PFIയുടെ സ്ലീപ്പർ സെല്ലുണ്ട്. കേന്ദ്രം പല ആവർത്തി റിപ്പോർട്ട് ചെയ്തതാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ സംഭവം. എന്ത് നടപടിയാണ് പോലീസിനെടുക്കാൻ സാധിച്ചത്? കാരണം ഉറപ്പായിട്ട് ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊറാൽ മുഴുവനും തകർക്കുന്ന സംഭവമാണ്. ഇത്രയും ആൾക്കാർ വരുന്നു, പോലീസ് സ്റ്റേഷൻ ആംബുഷ് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് സേന എന്ന് പറഞ്ഞ ഒരു കഴിവില്ലാത്ത സാധനമായി മാറുന്നു. ഇതേപോലുള്ള ക്രിമിനൽസിനെ മുഴുവന് സപ്പോർട്ട് ചെയ്യുന്നു.